Emmanuel Silks Jai Hind Film Awards 2011. Brought to you by Emmanuel Silks. Powered by Bhima Jewelers. காதல் அணுக்கள் உடம்பில் எத்தனை நியூட்ரான் எலக்ட்ரான் நீல கண்ணில் மொத்தம் எத்தனை உண்மை நினைத்தால் திசுக்கள் தோறும் ஆசை சிந்தனை சனா சனா ஒரே பின்னா அழகின் மொத்தம் நீயா நீ நியூட்டனின் விதியா உந்தன் நேசம் நேசம் எதிர்வினையா நீ ஆயிரவின் மேல் திரட்டிய புன்னகையா அழகின் மொத்தம் நீயா பட்டாம்பூச்சி கால்களை கொண்டுதான் ருசி அறியோம் மனித பூச்சி கண்களை கொண்டுதான் ருசி அறியோம் ஓடுகிற தண்ணீர் ஆக்சிஜன் மிக அதிகம் பாடுகிற மனசுக்குள் ஆசைகள் மிக அதிகம் ஆசையே வாப்பா ஆயிரம் காதலை ஐந்து நொடியில் செய்வோம் பெண்ணே வாபா காதல்காரி உந்தன் இடை போல எந்த பிழைப்பில் கூட காதலின் நேரமும் நிலைத்து விட்டது ஓ Everybody sing with me, I say. Oh, baby,
ഇമാനുവൽ സിൽക്സ് ജയ്ഹിന്ദ് ഫിലിം അവാർഡ്സ് 2011 പവർഡ് ബൈ ഭീമ ജ്വല്ലേഴ്സിൻ്റെ ഈ വേദിയിൽ അടുത്ത പുരസ്കാരം ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡാണ്. പ്രവാസി ജീവിതത്തിൻ്റെ ആരും പറയാതെ കഥ ആവിഷ്കരിച്ച ഗദ്ദാമ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ കമൽ സർ. കാലം എന്നും ഓർക്കുന്ന ഏറ്റവും മികച്ച ചിത്രങ്ങൾ മലയാളത്തിന് നൽകിയ പ്രതിഭാധനനായ സംവിധായകൻ. മലയാള സിനിമാ ചരിത്രത്തിന്റെ അധ്യായങ്ങളെ സമ്പന്നമാക്കുന്ന ചലച്ചിത്രാവിഷ്കാരങ്ങളിലൂടെ സ്വന്തം കയ്യൊപ്പ് ചാർത്തിയ ചലച്ചിത്ര ശില്പി. പറഞ്ഞുപോയ ഓരോ കഥകളിലും മെനഞ്ഞെടുത്ത ഓരോ കഥാപാത്രങ്ങളിലും ജീവിതത്തിന്റെ വ്യത്യസ്തവും തീവ്രവുമായ ഭാവങ്ങളെ ഉൾച്ചേർത്ത ചലച്ചിത്രകാരൻ. ജീവിതം തേടി മരുഭൂമിയിലെത്തിയ ഒരു സ്ത്രീ താണ്ടിയ സങ്കടങ്ങളുടെയും യാതനകളുടെയും ദൂരം പ്രവാസ ജീവിതത്തിന്റെ നേർചിത്രമായി വരച്ചു ചേർത്ത ഗദ്ദാമ എന്ന ചിത്രത്തിലൂടെ മികവിന്റെ പാഠങ്ങൾ ആവർത്തിച്ച സംവിധായകൻ ശ്രീ കമൽ. മികച്ച സംവിധായകൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കമൽ സാറിന് മെമന്റോ നൽകുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജയ്ഹിന്ദ് TV MD ശ്രീ MM ഹസൻ. പ്രശസ്തി പത്രം നൽകുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ PK സജീവ്, ജയ്ഹിന്ദ് TV ഡയറക്ടർ. അതുപോലെ ക്യാഷ് അവാർഡ് നൽകുന്നതിനായി ശ്രീ അനിൽ ജോസഫ്, മാനേജിംഗ് പാർട്ണർ ഇൻലൻഡ് പ്രോപ്പർട്ടീസ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. നമസ്കാരം. ഒരുപാട് വൈകി, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഇങ്ങനെ ഒരു പുരസ്കാരം തന്നതിന് ജയ്ഹിന്ദ് TVയോടും ജൂറിയോടും ഹസൻ സാർ, രമേശ് ചെന്നിത്തല എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. തീർച്ചയായും ഗദ്ദാമ എന്ന സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും അതിൻ്റെ നിർമ്മാതാവിനോടും അതോടൊപ്പം തന്നെ പ്രവാസം ജീവിതം നയിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് സമ്പത്തും സൗഭാഗ്യങ്ങളും കൊണ്ടുവരുന്ന എല്ലാ പ്രവാസികൾക്കും ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുന്നു. ഒപ്പം ഈ വേദിയിൽ ഇന്ന് നമ്മോടൊപ്പമില്ലാത്ത രണ്ട് മഹാപ്രതിഭകളുണ്ട്, ഗിരീഷ് പുത്തഞ്ചേരി, മോഹൻ രാഘവനെ. അവർ രണ്ടുപേരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സർ, 25ാമത്തെ ചിത്രത്തിലെത്തി നിൽക്കുകയാണ് സ്വപ്നസഞ്ചാരി. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സ്വപ്നസഞ്ചാരിയെ പോലെ തന്നെ തോന്നുന്നുണ്ടോ? എന്താണ് സ്വപ്നസഞ്ചാരിയെക്കുറിച്ച് പറയാനുള്ളത്? എൻ്റെ സിനിമാ ജീവിതം ഞാൻ കാണുന്ന ഒരു സ്വപ്നസഞ്ചാരമായിട്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 25ാം വർഷത്തിൽ സ്വപ്നസഞ്ചാരി എന്ന പേരിലൊരു സിനിമ ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ വേദിയിൽ അടുത്ത അവാർഡ് ഇസ് എ വെരി എക്സൈറ്റിംഗ് അവാർഡ്, ഐ വുഡ് സേ. ഏതൊരു അവാർഡ് ഫംഗ്ഷന് പോകുമ്പോഴും നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചില അവാർഡ്സ്, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, അല്ലേ? അപ്പോൾ ബെസ്റ്റ് ആക്ട്രസിനുള്ള പുരസ്കാരമാണ് അടുത്തത് കാഴ്ചവെക്കാൻ പോകുന്നത്. ഒരു വേർഡ് പറഞ്ഞാൽ നിങ്ങൾ അറിയും ആരാണത്. എന്നാലും ഗദ്ദാമ എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അനശ്വരമാക്കിയ മലയാളികളുടെ പ്രിയപ്പെട്ട the very, very charming and the very talented Kavya Madhavan. മലയാള സിനിമയിലെ നായിക കഥാപാത്രങ്ങളുടെ മുൻനിരയിൽ എഴുതി ചേർക്കാവുന്ന വേഷങ്ങളുമായി തിളങ്ങി നിൽക്കുന്ന അഭിനേത്രി. താരപ്പകിട്ടിനുമപ്പുറം ആത്മാർപ്പണവും നിരന്തര സാധനയും കൊണ്ട് കഥാപാത്രങ്ങളിലേക്ക് പരകായ പ്രവേശം നടത്തുന്ന അതുല്യ പ്രതിഭ. കമലിന്റെ ഗദ്ദാമ എന്ന ചിത്രത്തിലെ അശ്വതിയെ ചുട്ടുപൊള്ളുന്ന പ്രവാസ ജീവിതത്തിന്റെ കൈപ്പുനീരിൽ ചാലിച്ച് ഹൃദയസ്പർശിയാക്കിയ അഭിനേത്രി. മലയാളത്തിന്റെ മുഖശ്രീ, നമ്മുടെ സ്വന്തം കാവ്യ മാധവൻ. നമ്മുടെ ബെസ്റ്റ് ആക്ട്രസ് കാവ്യ മാധവന് മെമന്റോ നൽകുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ സാബു ചെറിയാൻ, KSFDC ചെയർമാൻ. പ്രശസ്തി പത്രം നൽകുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കട്ടെ ജയ്ഹിന്ദ് TV ഡയറക്ടർ ശ്രീ PK സജീവ്. ഫൈനലി ക്യാഷ് അവാർഡ് നൽകുന്നതിനായി സ്വാഗതം ചെയ്യുന്നു ഇമാനുവൽ സിൽക്സ് MD ശ്രീ ബൈജു. എല്ലാവർക്കും നമസ്കാരം.
ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു അവാർഡ് ലഭിച്ചതിൽ. പ്രത്യേകിച്ചിട്ട് ഗദ്ദാമയുടെ സംവിധായകൻ കമലങ്ങളുടെ സാന്നിധ്യത്തിൽ ഇങ്ങനൊരു അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. So Emmanuel Silks Jai Hind Film Awards 2011 powered by Bhima Jewellers ന്റെ ഈ വേദിയിൽ ബെസ്റ്റ് ആക്ട്രസ് കാവ്യ മാധവൻ നേടിയിരിക്കുകയാണ്. അടുത്തത് ബെസ്റ്റ് ആക്ടറിനുള്ള പുരസ്കാരമാണ്. ബെസ്റ്റ് ആക്ടർ ഓഫ് കോഴ്സ് വെരി എക്സൈറ്റിംഗ് അവാർഡ്. ആരമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ ദേശീയ അംഗീകാരം നേടിയ Let's hear it for the very talented, എല്ലാ റോളും versatile ആയിട്ട് ചെയ്യുന്ന ആക്ടർ. Put your hands together for Salim Kumar. ഞാനും പണം കണ്ടെത്താനുള്ള കഷ്ടപ്പാടിലാണ് കഴിക്കും. ജീവിതത്തിന്റെ അനുഭവ കളരിയിൽ നിന്നും പകർന്നെടുത്ത രസഭാവങ്ങളെ തേച്ചുമിനുക്കി മാറ്റുവരുത്തിയ അഭിനയ പ്രതിഭ. നമ്മള് കണ്ട കിനാക്കളൊക്കെ നടക്കാൻ പോവാ. ഏതു നിസ്സഹായാവസ്ഥയിലും കൈവിടാത്ത നന്മയും ധർമ്മബോധവുമായി ജീവിച്ച അബു എന്ന മനുഷ്യനെ ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ അനശ്വരനാക്കിയ അതുല്യ നടൻ. നാടകത്തിലും ഹാസ്യവേദികളിലും സിനിമകളിലും നിരവധി വേഷങ്ങളിൽ തിളങ്ങി നിന്ന അഭിനയ പൂർണ്ണത. സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളോടെ മികവിന്റെ നെറുകയിൽ നിൽക്കുന്ന അഭിനേതാവ് ശ്രീ സലിം കുമാർ. നമ്മുടെ മികച്ച നടൻ ശ്രീ സലീം കുമാറിന് മെമന്റോ നൽകുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ്. പ്രശസ്തി പത്രം നൽകുന്നതിനായി ജയഹിന്ദ് TV ഡയറക്ടർ ശ്രീ സിദ്ദിഖ് അഹമ്മദിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്യാഷ് അവാർഡ് നൽകുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കട്ടെ ഭീമ ജ്വല്ലേഴ്സ് കൊച്ചിൻ മാനേജിംഗ് പാർട്ട്ണർ ശ്രീ ബിന്ദു മാധവ്. ഞാൻ ഹലോ കൊച്ചിൻ ഹായ് കൊച്ചിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂവും എന്നെനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ സ്നേഹം നിറഞ്ഞ കൊച്ചിയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, കുറച്ച് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഇപ്പം ഈ ദേശീയ അവാർഡ് കിട്ടി, സംസ്ഥാന അവാർഡ് കിട്ടി, അതൊക്കെ എന്നെ ആക്കുവാൻ, എന്നെ ഒരു കൊച്ചു ചെടിയായിരുന്ന എന്നെ വെള്ളമൊഴിച്ച് വളമിട്ട് ഈ ലെവലിലെത്തിക്കാൻ എന്നെ സഹായിച്ച ഒരുപാട് പേര് ഇവിടെ നിൽപ്പുണ്ട്. അവരോട് എങ്ങനെയൊക്കെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നത് പത്മശ്രീ ജയറാമിനോടാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ആണ് ആദ്യമായിട്ട് സിനിമയിൽ ഒരു മിമിക്രിക്കാരൻ സിനിമയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഞാനൊരു നാടക ട്രൂപ്പിൻ്റെ കൂടെ മിമിക്രി ചെയ്യുന്ന സമയത്ത് നാടകക്കാർ പറയും, ഈ പത്മരാജൻ എന്ത് പറ്റി, കണ്ട മിമിക്രിക്കാരെ സിനിമ നടനാക്കി. അന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ അദ്ദേഹത്തിന് ഒരു നല്ല ഭാവി കൊടുക്കണേ, കാരണം ജയറാം എന്ന് പറയുന്ന മിമിക്രിക്കാരന് ഒരു നല്ല ഭാവി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വഴിപാട് നേർന്നവനാണ് ഞാൻ. എനിക്ക് ഇത്തരത്തിലുള്ളൊരു അവാർഡ് ലഭിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ ഒപ്പമുണ്ട്. പിന്നീട് സലീം അഹമ്മദിനൊക്കെ ഒരു പ്രേരണയേക്കാൻ സാധിച്ച കമൽ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കമൽ സാറ് വെറുതെ പോകുന്ന ഒരുത്തനെ, ചിത്താഞ്ജലി സ്റ്റുഡിയോയിലേക്ക് പോകുന്ന ഒരുത്തനെ സലീമിങ് വരൂ, അടുത്ത എൻ്റെ പടത്തിൽ ഒരു പ്രായമായ വേഷമാണ്, ഒരു തബലക്കാരൻ്റെ വേഷമാണ്, തബല വായിക്കണം, തബല വായിക്കാൻ പഠിക്കണം. വെറുതെ നടന്നു പോകുന്ന ഒരാളോട് ഒരു നല്ല വേഷമുണ്ട് എന്ന് പറഞ്ഞ് വെച്ച് തരുന്ന കമൽ സാറ് ഈ വേദിയിലുണ്ട്. പിന്നീട് സലീം അഹമ്മദ് എന്ന് പറയുന്ന ആ ചെറിയ വലിയ സംവിധായകൻ ഈ വേദിയിലുണ്ട്. പിന്നീട് എൻ്റെ സുഹൃത്തായ ദിലീപ്, എൻ്റെ സഹോദരിയായ കാവ്യ മാധവൻ, എൻ്റെ പ്രിയപ്പെട്ട എല്ലാമായ എൻ്റെ രമേശ് ചേട്ടൻ. കാരണം രമേശ് ചേട്ടനാണ് എന്നെ ആദ്യമായിട്ടൊരു പത്രത്തിൽ എൻ്റെ പടം വരുത്തിക്കുന്നത്. ഞാനും എൻ്റെ ഭാര്യയും പ്രണയവിവാഹമായിരുന്നു. എനിക്ക് വലിയ പണിയൊന്നുമില്ല. ഈ പണിയൊന്നുമില്ലാത്ത എന്നെ എങ്ങനെ കെട്ടിച്ചു കൊടുക്കും എന്ന സംശയത്തിലിരിക്കുകയായിരുന്നു എൻ്റെ ഭാര്യയുടെ വീട്ടുകാർ. ആ സമയത്താണ് രമേശ് ചേട്ടനെ പൊക്കിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ മലയാളം മനോരമ വരുന്നത്. അതിലെ ഫ്രണ്ട് പേജിൽ ഞാനായിരുന്നു. അത് രമേശ് ചേട്ടന് അറിയുമെന്ന് എനിക്കറിയില്ല. പൊക്കിപ്പിടിച്ചപ്പോൾ ഞാൻ
ഇങ്ങനൊരു ഫോട്ടോ ആണ് ആദ്യമായിട്ട് ഒരു ഫ്രണ്ട് പേജിൽ എൻ്റെ ഫോട്ടോ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് എങ്ങനെ നന്ദി പറയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓരോ അംശത്തിനും പിന്നെ ജയ്ഹിന്ദ് ടി വിയുടെ അവാർഡ് എന്ന് വെച്ചാൽ ഞാൻ ആരോടും നന്ദി പറയേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല രസകരമായിട്ടുള്ള ഫുഡ് കിട്ടും, എല്ലാവർക്കും അറിയാം. അതിന് ഹോംലി ഫുഡ് എന്നൊക്കെ പറയും. അതിന് നമ്മൾ അച്ഛ നന്ദി, അമ്മ നന്ദി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതിൻ്റെ പേരിൽ ഒരിക്കലും ഞാൻ ജയ്ഹിന്ദ് ടി വിയോട് നന്ദി ഒരിക്കലും പറയില്ല. എന്നിരുന്നാലും ഇതുപോലൊരു ധന്യമായ സദസ്സിൽ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചി, ഞാനും കൊച്ചിക്കാരനാണ്, കൊച്ചി ഭാഷ മലയാള സിനിമയിലേക്കൊക്കെ പടർത്തിവിട്ടതിൽ ഒരുപാട് പേരുണ്ട്. അതിൽ ഒരാൾ ഞാനുമാണ്. കാരണം കൊച്ചിൻ എറണാകുളത്തുള്ള മഹാരാജാസ് കോളേജിലാണ് ഞാൻ പഠിച്ചതും വളർന്നതുമെല്ലാം. പിന്നീട് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ ഈ കൊച്ചുപടം ആദാമിൻ്റെ മകൻ എന്ന സലീം അഹമ്മദ് രചനയും സംവിധാനവും നിർവഹിച്ച ഈ പടം ഇന്ന് ഗോൾഡൻ ഗ്ലോബൽ എന്ന് പറയുന്ന ലോകരാഷ്ട്രങ്ങളിലെ പടങ്ങളുടെ ലിസ്റ്റിൽ ഇന്ന് സ്ക്രീനിങ് കഴിഞ്ഞിരിക്കുന്നു. നാളെ ഈ പടം ഈ ഒരു മട്ടന്നൂർകാരൻ സംവിധാനം ചെയ്ത ഈ പടം നാളെ ഓസ്കാറിലും നാളെ സ്ക്രീനിങ് ഉണ്ട്. ഇത് കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ റസൂൽ പൂക്കുറ്റിയാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്യാം. ഇതിന് 2 പേര് മാത്രമേ സലീമിനെ എന്നെയൊക്കെ വിളിച്ചിട്ടുള്ളൂ ഒരു സിനിമാ വേദിയിലും. അതൊന്ന് കമൽ സാറാണ്, മറ്റൊന്ന് പ്രിയദർശൻ എന്ന് പറയുന്ന മഹാനായ സംവിധായകനാണ്. ഒന്ന് കമൽ സാർ എന്ന മഹാനായ സംവിധായകൻ. ബാക്കി ആരും സലീമിനൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അവരൊക്കെ വിളിക്കുമ്പോൾ ഇനിയെങ്കിലും ഓർക്കുക, ഇതൊക്കെ വല്ലപ്പോഴും നടക്കുന്ന സംഭവങ്ങളാണ് എന്ന് ഓർക്കുക. അവരെ ചവിട്ടി താഴ്ത്താനായിട്ട് ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷേ ആരെ ചവിട്ടി താഴ്ത്തിയാലും ഒരു വെള്ളച്ചാട്ടത്തിനെ ഒരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റുകയില്ല. നാളെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും, ഓസ്കാറിലും ഗോൾഡൻ ഗ്ലോബിലൊക്കെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും എൻ്റെ ശത്രുക്കളാണ് ഒരുപാട് പേര്. നിങ്ങൾക്കറിയാമോ, മലയാള സിനിമയിലുള്ള നടന്മാർ എൻ്റെ ശത്രുക്കളായി മാറി. ഒറ്റ തെറ്റേ ഞാൻ ചെയ്തുള്ളൂ, ഞാൻ നാഷണൽ ലെവലിൽ ബെസ്റ്റ് ആക്ടർ വാങ്ങിച്ചു എന്ന ഒരു ഒറ്റ തെറ്റിൻ്റെ പേരിൽ ഒരുപാട് പേരെൻ്റെ ശത്രുക്കളാണ്. ഒരു സാധാരണക്കാരൻ ബെസ്റ്റ് ആക്ടറായപ്പോൾ എന്തൊക്കെയായിരുന്നു ഇവിടെ? അപ്പോൾ ഞാൻ അധികം തീർപ്പിക്കുന്നുണ്ട്. ഞാൻ സെൻറ്റിമെൻ്റലായിപ്പോവും. പ്രിയമുള്ള കൊച്ചിക്കാരെ, സാധാരണക്കാർ സ്നേഹിച്ച ഒരു മെഹബൂബൻ എന്ന് പറയുന്നൊരു കൊച്ചു ഗായകനെ നെഞ്ചിൽ ഏറ്റിയ എൻ്റെ കൊച്ചിക്കാർക്ക്, യേശുദാസ് എന്ന് പറഞ്ഞ മഹത് ഗായകനെ നെഞ്ചിലേറ്റിയ കൊച്ചിക്കാർക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. സ്നേഹത്തോടെ നിങ്ങളുടെ മാത്രം സലീം കുമാർ. Okay, so with that we come to the end of Emmanuel Silks Jai Hind Film Awards 2011 powered by Bhima Jewelers. പക്ഷെ എന്നാലും ഇവിടെ പറയുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തോന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ബട്ട് എന്നാലും let's hear it for Jai Hind 2011. Okay, so this festive starry night never ends. I think the celebration is definitely going to continue. ഒവ്വൊരു വർഷവും ഇവിടെ ഈ വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. This is an extremely special moment for the entire Jai Hind family because it is a celebration. It is a huge moment. It is more than everything. It means the world to us to have all the celebrities here, to have so many people here to watch this and to be with us on this special day. Thank you to each one of you present here. ഇത്രയും നേരമായിട്ടും നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്ന് പ്രോത്സാഹിച്ച് and you all have encouraged and supported and enjoyed each performance. Thank you. നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്ക് തന്നെ ഒരു കൈയടി നമ്മൾ കൊടുക്കാം. Thank you. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ആഘോഷത്തിൻ്റെ ഈ രാത്രി ഇവിടെ അവസാനിക്കുന്നില്ല. നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്ന ഈ രാത്രിയിൽ ഏവർക്കും ശുഭരാത്രി ഞങ്ങൾ ആശംസിക്കുന്നു. ഒരു ഫൈനൽ പെർഫോമൻസിന് റെഡി ആയിക്കോളൂ. നമ്മുടെ സ്പൈസി ഗേൾ റാണി കപൂർ ഇസ് കമ്മിങ് ബാക്ക് വിത്ത് യെറ്റ് അനദർ ത്രില്ലിംഗ് പെർഫോമൻസ്. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ആൻഡ് ഗുഡ് നൈറ്റ് ടു ഓൾ ഓഫ് യു.
जब जब देखे तुझे टिंकू जिया, इश्क का इंजन जलाए जिया। पल ना माने टिंकू जिया, हाँ टिंकू जिया, इश्क का मंजन किसे है पिया। ऐसी हूँ लैला, हर कोई चाहे मुझसे मिलना। बचनारे होश उड़ाने लैला आई है, जिसने भी देखा उसको नींद ना आई है। तौबा रे तौबा का दिल अंगड़ाई है, मेरा ही नाम लेकर धूम मचाई है। झूठा मेरा मस्ताना, हर कोई मेरा दीवाना, कभी जाने कौन बनेगा मेरे दिल का चेला। लैला मैं लैला, ऐसी हूँ लैला, हर कोई चाहे मुझसे मिलना तेरा। लैला मैं लैला, ऐसी हूँ लैला, हर कोई चाहे मुझसे मिलना लड़कों का नशा प्यारे नशा सबसे नशीला है, जिसे देखो यहाँ वो हुस्न की बारिश में गीला है। इश्क के नाम पे करते सभी अब रास लीला है। मैं करूँ तो साला कैरेक्टर ढीला है, मैं करूँ तो साला कैरेक्टर ढीला है। Emmanuel Silks Jai Hind Film Awards 2011 brought to you by Emmanuel Silks, powered by Bhima Jewelers.